ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കേന്ദ്രമായി ജമ്മുകാശ്മീർ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോനാമാർഗ് തുരങ്കപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളിലെ സാഹചര്യം സുസ്ഥിരമാണെന്നും ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനും സേന സജ്ജമാണെന്നും സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ അമൃത് സ്നാനത്തോടെ തുടക്കമായി. 1,50,00,000-ലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ എൻ ഷംസീർ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കേന്ദ്രമായി ജമ്മുകാശ്മീർ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടണലുകൾ, പാലങ്ങൾ, റോപ്പ് വേകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് ജമ്മുകാശ്മീരിൽ നടപ്പാക്കിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ സോനാമാർഗ് തുരങ്കപാത ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. जम्मू कश्मीर में रोड कनेक्टिविटी से जुड़े ही 42,000 करोड़ रुपए से ज्यादा के प्रोजेक्ट पर काम चल रहा है. 4 नेशनल हाईवे प्रोजेक्ट, 2 रिंग रोड पर काम तेजी से जारी है. सोनमर्ग जैसी 14 से ज्यादा टनल्स पर यहां काम चल रहा है. ये सारे प्रोजेक्ट जम्मू कश्मीर को देश के सबसे कनेक्टेड सूबे में से एक बनाने वाले हैं. ചെനാബ് പാലം, സോജീല തുരങ്കം, ഉധംപൂർ ബാരാമുള്ള റെയിൽ പദ്ധതി തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിച്ച പ്രധാനമന്ത്രി 14 തുരങ്കങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 8,650 അടി ഉയരത്തിൽ 12 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് തുരങ്കപാത. തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയവും നടത്തി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ രാജ്യത്തെ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ യുവ കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NCC കേഡറ്റുകൾ അഭിമാനാർഹമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും രാഷ്ട്രനിർമ്മാണത്തിനായി കൂടുതൽ സംഭാവനകൾ നൽകണമെന്നും അദ്ദേഹം കേഡറ്റുകളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളിലെ സാഹചര്യം സുസ്ഥിരമാണെന്നും ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനും സേന സജ്ജമാണെന്നും സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കിഴക്കൻ ലഡാക്കിലെ ഡെംചോക്, ഡെപ്സാങ് പ്രദേശങ്ങളിൽ ചൈനയുമായുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചതായും മേഖലയിൽ പെട്രോളിംഗ് പുനരാരംഭിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ജമ്മുകാശ്മീരിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. The northern borders. As you are aware, the situation is sensitive but stable. In October 2024, situation in Depsang and Demchok in eastern Ladakh got resolved. The patrolling to traditional areas in these two subsectors has commenced. Own deployment along LASA is balanced and robust. We are well poised to deal with any situation. Coming on to JNK, situation is firmly under control. On line of control, ceasefire, which is effective from Feb 2021, is holding on. So the theme of terrorism to tourism is gradually taking shape. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ നിരീക്ഷണം മെച്ചപ്പെടുത്തിയതായും ശ്രീ ഉപേന്ദ്ര ദ്വിവേദി അറിയിച്ചു. രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ഡിസംബർ മാസത്തിൽ 5.48% നിന്ന് 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 5.22%-ലെത്തി. ഗ്രാമീണ മേഖലയിൽ പണപ്പെരുപ്പം 5.76%, നഗരമേഖലയിൽ 4.58%. ഭക്ഷ്യവില പണപ്പെരുപ്പം 8.39% താഴ്ന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക മേളയായ മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ അമൃത് സ്നാനത്തോടെ തുടക്കമായി. ഇതുവരെ 1,50,00,000-ലധികം ഭക്തരും തീർത്ഥാടകരും പുണ്യസ്നാനം നടത്തി. 144 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവമായ ഒരു ആകാശ വിന്യാസം ഈ വർഷത്തെ മഹാകുംഭത്തിന്റെ പ്രത്യേകതയാണ്. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആത്മീയത എന്നതിലുപരി ആഗോള വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു നാഴികക്കല്ലാണ് മഹാകുംഭമേള എന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം നിരവധി സംരംഭങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശ്രീ ഷെഖാവത്ത് പറഞ്ഞു.
2025 ഹജ്ജ് കരാറിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും സൌദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രി തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയും ഒപ്പുവച്ചു. ഹജ്ജ് സീസണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള 1,70,75,025 തീർത്ഥാടകരുടെ ക്വാട്ട ഉറപ്പിക്കുന്നതാണ് കരാർ. കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മികച്ച ഹജ്ജ് തീർത്ഥാടനം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 5 ദിവസത്തെ സന്ദർശനത്തിനായി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൽ ഷൺമുഖരത്നം നാളെ ഇന്ത്യയിലെത്തും. സിംഗപ്പൂർ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദ്വിദിന സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പെയിനിലെത്തി. വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ സ്പെയിൻ സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് സമാപനമായി. പുസ്തകങ്ങളുടെ മഹത്വവും നിയമസഭയുടെ ആവശ്യകതയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ കേരള നിയമസഭ പുസ്തകോത്സവത്തിലൂടെ സാധിച്ചതായി പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചലച്ചിത്ര നടൻ പ്രകാശ് രാജ് പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ശ്രീലങ്കൻ സാഹിത്യകാരി PV പത്മശീലി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, P പ്രസാദ്, വി ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 24 രാജ്യങ്ങൾ പങ്കെടുക്കും. രാത്രി 8:30 ആതിഥേയരായ ഇന്ത്യയും നേപ്പാളും ഏറ്റുമുട്ടും. പൂനെ സ്വദേശി പ്രതീക് വൈകാറാണ് ഇന്ത്യൻ പുരുഷ ടീമിനെ നയിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി B നിഖിലും ടീമിലുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രിയങ്ക ഇംഗിളാണ് വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FC പോരാട്ടം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിന്റെ ഭാഗമായി കാണികളുടെ യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം നീട്ടി. ഇന്ന് രാത്രി 9:30 മുതൽ 11 മണിവരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് 10 സർവീസുകൾ ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും ഉണ്ടാകും. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ രാത്രിയും പുലർച്ചെയും കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള 12 ട്രെയിനുകൾ 2 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. പുതിയ യാത്രാസമയം പരിശോധിക്കണമെന്ന് യാത്രക്കാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമേരിക്കയിലെ കാലിഫോർണിയയിലെ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. അതേസമയം കാട്ടുതീ നാശനഷ്ടങ്ങൾ $15,000 കോടി കണക്കാക്കുന്നു. ലോസ് ഏഞ്ചൽസിൽ ഇപ്പോഴും കാട്ടുതീ 13% മാത്രമാണ് നിയന്ത്രണ വിധേയമാക്കിയത്. ജപ്പാനിലെ തെക്കു പടിഞ്ഞാറൻ ദ്വീപായ ക്യൂഷുവിൽ റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. മിയാസാക്കി പ്രദേശങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യൻ കൂലി പട്ടാളത്തിൽ അകപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കുട്ടനെല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. ഇന്ത്യൻ എംബസിയാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ഇടുക്കി ജില്ലാ കളക്ടർ. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഭക്തർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം കളക്ടർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നിവേദനം പരിഗണിച്ച് പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിന് പറവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച മഹാരാഷ്ട്ര സന്ദർശിക്കും. INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ എന്നിവ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന് സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കേന്ദ്രമായി ജമ്മുകാശ്മീർ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോനാമാർഗ് തുരങ്കപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളിലെ സാഹചര്യം സുസ്ഥിരമാണെന്നും ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനും സേന സജ്ജമാണെന്നും സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ അമൃത് സ്നാനത്തോടെ തുടക്കമായി. 1,50,00,000-ലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി.
കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ എൻ ഷംസീർ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.